നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെട്രോ പില്ലറിലെ ഇടുങ്ങിയ വിടവിൽ രണ്ടാഴ്ചയായി ഭക്ഷണവും വെള്ളവുമില്ലാതെ കുടുങ്ങിക്കിടന്ന പൂച്ചയെ രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്തെ 556 നമ്പർ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ ഞായറാഴ്ച പുലർച്ചെ 1:30 താഴെ എത്തിച്ചത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ച് ഓട്ടോ ഡ്രൈവർമാർ സുഭാഷ് എന്ന് പേരിട്ട ഈ പൂച്ചയെ രക്ഷിക്കാൻ ഒരു നഗരം മുഴുവൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. ദൗത്യം തുടങ്ങിയത് ശനിയാഴ്ച രാവിലെയാണ്. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് വൻ സജ്ജീകരണങ്ങളുമായി രക്ഷാദൗത്യം ആരംഭിച്ചത്. ഗാന്ധിനഗർ അഗ്നിരക്ഷാസേനയിലെ 8-അംഗ സംഘവും ആനിമൽ റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി. ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പില്ലറിന് മുകളിലേക്ക് എത്തിയെങ്കിലും ഭയന്ന പൂച്ച തൂണിന്റെ വിടവിലേക്ക് ഓടി മറഞ്ഞത് ദൗത്യം ദുഷ്കരമാക്കി. മെട്രോ സർവീസും ഗതാഗതവും തടസ്സപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അത് നിർത്തിവെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം വരെയാണ് നടത്തിയത്. പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സുരക്ഷാ കാരണങ്ങളാൽ മെട്രോ പാതയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു. ഇത് 17 മിനിറ്റോളം മെട്രോ സർവീസ് തടസ്സപ്പെടുത്തുന്നതിന് കാരണമായി. ബാനർജി റോഡിലും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടെങ്കിലും ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങി ഗതാഗതം നിയന്ത്രിച്ചു. ഇതിനിടെ രക്ഷാപ്രവർത്തകർ ഉപയോഗിച്ച ലിഫ്റ്റ് കേടായതും അല്പസമയം ആശങ്ക പരത്തി. രാത്രിയിലെ നാടകീയ നിമിഷങ്ങൾ. പകൽ സമയത്തെ പരിശ്രമം പരാജയപ്പെട്ടതോടുകൂടി മെട്രോ സർവീസുകൾ അവസാനിച്ച ശേഷം രാത്രിയിൽ ദൗത്യം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പുലർച്ചെ 1:30 പൂച്ചയെ വലയിലാക്കി താഴെ എത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടം ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. ആനിമൽ റെസ്ക്യൂ ടീം പൂച്ചയെ ഏറ്റെടുത്ത് ആവശ്യമായ പരിചരണം നൽകുന്നതിനായി കൊണ്ടുപോയി. എന്തായാലും ആവേശവും ആർപ്പുവിളികളും ബഹളങ്ങളും ഒക്കെയാണ് അതിനുശേഷം നടന്നത്. ഇത് അനുകൂലിച്ചുകൊണ്ടും അനുകൂലിക്കാതെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ നിറയെ സുഭാഷിനെ രക്ഷിച്ച കഥകളാണ്. എന്തായാലും സുഭാഷ് ഭയന്ന് വിറച്ച് ഓടി മാറിയത് കൊണ്ടാണ് രക്ഷാദൗത്യം ഏറെ വൈകിയത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സുഭാഷ് രക്ഷയോടുകൂടി അല്ലെങ്കിൽ അത് ഇപ്പോൾ മൃഗാശുപത്രിയിലെല്ലാം ചികിത്സയൊക്കെ തേടിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു വലിയൊരു ആവേശവും സന്ദേശവും ഒക്കെയാണ് എല്ലാവർക്കും ഉള്ളത്.